സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ വലിയ വലിയ വിറക് കൊള്ളികൾ അടുപ്പിലേക്ക് വെച്ചതിന്റെ ശേഷം തീ കത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിറക് കൊള്ളികളാണല്ലോ അടുപ്പിലേക്ക് ഇടുന്നത്. അമ്മമാർക്കറിയാമല്ലോ, വലിയ വിറകിന്റെ മുട്ടികളോ കഷ്ണങ്ങളോ അതിലേക്ക് തീ കൊടുത്താൽ അത് പെട്ടെന്ന് കത്തില്ല. അത് ആളിക്കത്താനും മനോഹരമായി അവിടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ചീളുകളായ നിസ്സാരമായ വിറക് കൊള്ളികളാണല്ലോ നിങ്ങൾ അടുപ്പിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വലിയ വലിയ തെറ്റുകാരെ വലിച്ചെറിഞ്ഞിട്ട് വലിയ വലിയ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളായ റബ്ബിനെതിരെ മാത്രം ചെയ്തുകൊണ്ട് നടന്ന ആളുകൾ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അവരെ കത്തിക്കാൻ എന്നെ പോലത്തെ കുഞ്ഞുമക്കളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഉമ്മ 4.5 വയസ്സുള്ള പൊന്നുമോൻ മദീനയുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് മാതാവിനോട് പറഞ്ഞത് മാതാവിന്റെ തർബിയത്തിന്റെയും മാതാവിന്റെ വളർത്തലിന്റെയും മഹിതമായിരുന്നുവല്ലോ, അതിന്റെ പോരിശയാണല്ലോ. മാതാവ് ആ സമയത്ത് സീരിയൽ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പൊന്നുമോൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇത്തരം വർത്തമാനം പറയാൻ പറ്റുമോ? നമ്മുടെ മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ കുഞ്ഞുമക്കളുടെ കാതിൽ നിന്ന്, അവരുടെ വായ്ത്താരികളിൽ നിന്ന് അങ്ങനത്തെ മൊഴികൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ആരെയും കുറ്റം പറയാനില്ല. ആദ്യം നമ്മിലേക്ക് തന്നെ നമ്മളൊന്ന് മടങ്ങിയേക്കുക. അല്ലാഹു നമ്മുടെ കൽബില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല ഉമ്മ, രക്ഷയില്ല ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു വിരുന്ന് സംഘടിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയാണ്. സഹാബികളായ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയും ആ തിരുഹദറത്തിലേക്ക് ഉസ്മാൻ എന്നവർ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വിരുന്നിന് വന്നു. എല്ലാവരും വിരുന്നിന് വന്നപ്പോ ആദരമായ പ്രവാചക പൂങ്കവരും അതുപോലെ പ്രിയപ്പെട്ട അസ്ഹാബുകളും വട്ടമേശക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുവേ, അല്ലാഹുവേ, ഉസ്മാൻ എന്നവര് ഈ കാണുന്ന സഹാബികൾക്കും ഞങ്ങൾ എമ്പാടും ഭക്ഷണം തന്നിട്ടുണ്ടല്ലോ. ഈ സൽക്കാരത്തിന്റെ ഭക്ഷണം തന്നതിന്റെ ഫലമായിട്ട് ഈ വീട്ടിലേക്ക് ഞങ്ങൾ എത്ര പേരാണോ കടന്നു വന്നത്, ഓരോരുത്തരും ചവിട്ടിയിട്ടുള്ള ചവിട്ടടികൾക്ക് പ്രതിഫലമായിട്ട് ഉസ്മാൻ എന്നവർക്ക് സ്വർഗത്തിൽ നീ ഫളില് കൊടുക്കണേ അല്ലാഹ്. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 2 കൈകളും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്തപ്പോ അലിയാര് തങ്ങളുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോവുകയാണ്, ഖൽബ് വല്ലാതെ തളർന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെയും തിരുസഹാബത്തിനെയും എന്റെ വീട്ടിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം അങ്ങേറ്റ ദാരിദ്ര്യമായിരുന്നു, പ്രയാസമായിരുന്നു, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ആ ഒരവസ്ഥയിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് വീട്ടിലേക്ക് ഓടുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല. എന്റെ പ്രവാചകർ ഉസ്മാൻ എന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ എമ്പാടും മഹത്വവും പോരിശയും ഉണ്ടാകണേ എന്ന് ദുആ ചെയ്തപ്പോ എനിക്ക് എന്തെങ്കിലും എന്റെ ഹബീബിനൊന്ന് സൽക്കരിക്കാൻ പറ്റുമോ? കരഞ്ഞുകൊണ്ട് മനസ്സ് തളർന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോ വീട്ടിലുള്ളതാരാണ്? പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മഹദിയായ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. പ്രിയപ്പെട്ട ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ കരയണ്ട അലിയേ. എന്തിനാ പ്രിയപ്പെട്ട അലിയാരെ നിങ്ങൾ കരഞ്ഞു പോകുന്നത്? അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ
ഇന്ന് ഉസ്മാൻ തങ്ങളുടെ വീട്ടിൽ നിന്നാണ് കടന്നു വരുന്നത്. ഉസ്മാൻ തങ്ങളുടെ വീട്ടിൽ നിന്നാ കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചക പൂങ്കവർക്കും സഹാബികൾക്കും വിരുന്നു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വിരുന്നു കൊടുക്കുകയാ. വിരുന്നിനു വേണ്ടി ഞാനും കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതെന്താ? അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾക്ക് നീ സ്വർഗത്തിലെമ്പാടും മഹത്വം കൊടുക്കണേ അല്ലാഹ് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് തകർന്നു. ഫാത്തിമ, എന്നാണ് നമ്മൾക്ക് ഹബീബ് എന്ന് സൽക്കരിക്കാൻ പറ്റുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ പേടിക്കേണ്ട അലിയേ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലെങ്കിലും എന്തെങ്കിലും നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെയും തിരുസഹാബത്തിനെയും ഈ വീട്ടിലേക്ക് സൽക്കരിക്കാം അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്തു. പെട്ടെന്ന് തന്നെ അലിയാർ അടുത്തേക്ക് ഓടി വരികയാ. അലിയേ, നാളെ തന്നെ നിങ്ങൾ വിളിച്ചോ അലിയേ. ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു ഉമ്മ എങ്ങനെയാകണമെന്നുള്ള ഏറ്റവും മനോഹരമായ പാഠമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിച്ചുകൊള്ളണേ. പുതിയ കടവിന്റെ മനോഹരമായ പള്ളിയങ്കണത്തിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ പഠിക്കണേ. ഒരു ഭാര്യ എങ്ങനെയാണ് ഭർത്താവിന്റെ മനസ്സിനകത്തുള്ള സങ്കടങ്ങൾ മാറ്റേണ്ടത്? ഒരു ഉമ്മ എങ്ങനെയാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാനസാന്തരങ്ങളിലുള്ള അണപൊട്ടി ഒഴുകുന്ന സങ്കടം മാറ്റേണ്ടത്? നമ്മുടെ വീട്ടിലേക്കാ നമ്മുടെ ഭർത്താക്കന്മാരാ ഇങ്ങനെ പ്രയാസമായിട്ട് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ മനസ്സിനകത്ത് മെതിക്കുന്ന ആ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മൾ ഭാര്യയാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക? പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ നാളെ തന്നെ നിങ്ങൾ ക്ഷണിച്ചോ അലിയേ. അലിയാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എവിടെന്നാണ് നമ്മൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത്? നമ്മൾ തന്നെ ദിവസങ്ങളായി പട്ടിണിയല്ലേ, ഒരു നേരത്തെ അന്നം പോലുമില്ല. നമ്മൾ എങ്ങനെയാ അല്ലാഹുവിന്റെ റസൂലിന്റെയും തിരുസഹാബത്തിനെയും നമ്മൾ സൽക്കരിക്കുന്നത്? അവരെ മുന്നിൽ നാണം കെട്ടുപോകുമല്ലോ, അവരെ മുന്നിൽ നമ്മൾ മോശമായി പോകുമല്ലോ. എല്ലാവരെയും നമ്മുടെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ലെങ്കിൽ നമ്മൾക്ക് നാണക്കേടാ. ഫാത്തിമ ഒന്ന് പറഞ്ഞു തരോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറയാ, പേടിക്കണ്ട, അല്ലാഹു ഒരു വഴി കാണിച്ചു തരും, ധൈര്യമായിട്ട് ക്ഷണിച്ചോളൂ. സന്തോഷത്തോടെ ഫാത്തിമാന്റെ കവിളിലെ ചുടുചുംബനം കൊടുത്തുകൊണ്ട് ഓടുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, നബിയേ നാളെ ഉച്ചക്ക് വീട്ടിലേക്ക് വരണം നബിയേ, നാളെ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം നബിയേ, എന്റെ വീട്ടിലേക്ക് വരണം നബിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാ ക്ഷണിച്ചിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ പറയാണലിയേ, കുഴപ്പമില്ല, ഈ കാണുന്ന സഹാബികളും ഞാനും കടന്നു വരാ. സന്തോഷത്തോടെ ഫാത്തിമാന്റെ ഹദ്റത്തിലേക്ക് ഓടുകയാ. ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റിട്ടുണ്ട്. ഫാത്തിമ നാളെ ഉച്ചക്ക് ദുഹ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ
ഇങ്ങോട്ട് വരും ഫാത്തിമ. എവിടെന്നാണ് നമ്മൾ ഭക്ഷണം എടുത്തു കൊടുക്കുക? ഫാത്തിമ പറഞ്ഞു, പേടിക്കണ്ട, ഇലാ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേന്ന് ദിവസം പാതിരാത്രിയുടെ യാമങ്ങളിൽ അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞെട്ടി ഉണരുമ്പോഴും അലിയാര് തങ്ങൾക്ക് ആശ്വാസത്തിന്റെ വചസ്സുകളുമായിട്ട് ഫാത്തിമ കൂടെ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട അലിയാര് തങ്ങളോട് സമാധാനത്തിന്റെ വർത്തമാനം പറയാ. അലിയേ, പേടിക്കേണ്ട അലിയേ. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴും അലിയാര് തങ്ങൾക്ക് ഭയങ്കര വിഷമമാ. നേരം വെളുത്തേണ്ട് വീട്ടിനകത്ത് ഒരു മനുഷ്യന് പോലും കഴിക്കാനുള്ള മാവില്ലല്ലോ, ഒരു മനുഷ്യന് പോലും കൊടുക്കാനുള്ള മാവില്ല. എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനും പ്രിയപ്പെട്ട സഹാബികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് എന്ന് സങ്കടത്തോടെ അലിയാര് തങ്ങൾ നിൽക്കുമ്പോ ളുഹറിന്റെ ബാങ്കത പള്ളിയിൽ നിന്ന് കൊടുക്കുകയാ. അലിയാര് തങ്ങൾക്ക് സമാധാനമാകുന്നില്ല. അലിയാര് തങ്ങളുടെ മനസ്സുവല്ലാതെ വേദനിക്കുകയാ. ഫാത്തിമ എവിടെന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഏതാനും സമയം കഴിഞ്ഞ ഫാത്തിമ റസൂലി വീട്ടിലോട്ട് കടന്നു വരികയാ. അവിടുത്തെ സഹാബികളും കടന്നു വരികയാ. എവിടെന്നാ ഭക്ഷണം കൊടുക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അലിയേ, ളുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മുനാജാത്തിലേക്ക് ഞാൻ മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പോകും. ആ നേരത്തെ നിങ്ങൾ അടുപ്പിൽ മനോഹരമായിട്ട് തീ കത്തിച്ചുകൊണ്ട് ഒരു ചെമ്പ് വെക്കണം. ആ ചെമ്പിലേക്ക് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊഴിച്ച് ആ പാത്രത്തിന്റെ മുകൾ ഭാഗത്ത് മൂടി അങ്ങ് വെച്ചേക്കണേ. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, ഒരു മാവ് പോലും ആ വെള്ളത്തിലേക്കിടാതെ, ഒരു മാവിന്റെ അംശം പോലും ആ വെള്ളത്തിലേക്കിടാതെ എങ്ങനെയാ ഫാത്തിമ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാകുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുന്നു, അലിയേ, നിങ്ങൾ പേടിക്കേണ്ട അലിയേ, അല്ലാഹു എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് അലിയാര് തങ്ങൾ വെള്ളമൊഴിക്കുകയാ. അലിയാര് തങ്ങൾ മൂടി വെക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല റൂമിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലും സഹാബികളും കടന്നു വരികയാ. അലിയാര് തങ്ങളെ കൽബ് വല്ലാതെ തളരാൻ തുടങ്ങി. റബ്ബേ, ആ മൂടി അങ്ങ് തുറന്ന ഭക്ഷണമില്ലെങ്കിൽ പിന്നെ പ്രയാസമല്ലേ, ഭക്ഷണമില്ലെങ്കിൽ പിന്നെ സങ്കടമല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അലിയാര് തങ്ങൾ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട സഹാബത്തും വീട്ടിലോട്ട് കടന്നു ചെന്നു. ആ പ്രിയപ്പെട്ട സഹാബികളെയും ഹബീബിനെയും വളരെ മനോഹരമായി സ്വീകരിച്ചു. പ്രിയപ്പെട്ട അലിയാര് തങ്ങളോട് ഇരിക്കാൻ പറയുകയാണ്. വീട്ടിന്റെ അടുക്കളയിലേക്ക് ഓടി ചെല്ലുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീണ്ടും ബിസ്മി ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ കലത്തിന്റെ മൂടി അങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാന റബ്ബി, ഒരുപാട് മാവ് വെന്തിട്ട് മനോഹരമായ റൊട്ടി പോലെ ആ കലത്തിനകത്ത് പാകപ്പെട്ട് കിടക്കുകയാ. അലിയാര് തങ്ങൾക്ക് സന്തോഷം എടുക്കാൻ പറ്റുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനെ ആശ്വസിപ്പിച്ചതുകൊണ്ട്, പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണീരൊപ്പിക്കൊടുത്തത് കൊണ്ട് അല്ലാഹു കൊടുത്ത കറാമത്താ പ്രിയപ്പെട്ട പെങ്ങളെ ഒന്നാമതായി പഠിച്ചു വെച്ചോ. പ്രിയപ്പെട്ട